ബഷീറിൻ്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് പൊന്നൂർ രാജൻ എടുത്തത് നമുക്ക് കാണാൻ പറ്റും. അതിൽ കുറേ ഫോട്ടോസ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ബഷീർ ചെയറിൽ ഞാൻ അവിടെ ഇരുന്ന കാലത്ത് ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരുപാട് ഫോട്ടോസിൽ ബഷീർ നഗ്നനാണ്, വസ്ത്രം ഇടാതെയാണ്, ഷർട്ട് ഇടാതെയാണ്, അർദ്ധനഗ്നനാണ്, മുണ്ട് മാത്രമേ ധരിച്ചിട്ടുള്ളൂ, ഷർട്ടില്ല, മേൽവസ്ത്രമില്ല. അപ്പോൾ മേൽവസ്ത്രം ഇല്ലാത്ത ബഷീർ അതിഥികളെ സ്വീകരിക്കുകയാണ്. സൂവറീക്കോട് ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും വീട്ടിൽ വന്ന് ഇരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഈ ഫോട്ടോകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബെയർ ബോഡി അല്ലെങ്കിൽ ഈ ശരീരം ഈ രീതിയിൽ പൂർണ്ണമായൊരു വസ്ത്രം ഷർട്ട് അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. ഈ ബേപ്പൂരിൽ താമസിക്കുന്ന സമയത്തൊക്കെ വസ്ത്രത്തിനൊന്നും വലിയ ദാരിദ്ര്യമൊന്നും ബഷീറിനില്ല. അപ്പോൾ ആ സമയത്ത് ഗാന്ധിജി എന്തുകൊണ്ടാണോ അർദ്ധനഗ്നനായി ഇന്ത്യയിൽ നടന്നത്, വാസ്തവത്തിൽ അതുപോലെ ഈ ബെയർ ലൈഫ് എന്നുള്ള ഒരു സങ്കല്പം തന്നെ അങ്ങനെ തന്നെ തത്വ ഇന്ത്യയിലൊക്കെ ഇടക്കാലത്ത് സംവാദ വിഷയമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ പച്ചയായിട്ടുള്ള ഒരു ജീവിതത്തെ, തുച്ഛമായ ഒരു ജീവിതത്തെ അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൂടി ബഷീർ ആവിഷ്കരിക്കുകയായിരുന്നു. അപ്പം ബഷീറിന് പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെയല്ല, ബഷീർ പരിസ്ഥിതിയുടെ ഭാഗമായി, ഈ പ്രകൃതിയുടെ ഭാഗമായി, ഈ വലിയ പ്രപഞ്ചമാകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആ ശരീരത്തിൻ്റെ റൂസോയൊക്കെ പറയുന്ന ബോഡി പൊളിറ്റിക് എന്നൊക്കെ പറയുമല്ലോ, ആ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ ആ ശരീരത്തിൻ്റെ ഭാഗമായി സ്വയം പരിണമിച്ചുകൊണ്ടാണ് എഴുതുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നുണ്ട്, ഇനിയും ദീർഘകാലം ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. കാരണം ബഷീറിൻ്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ ബഷീറിൻ്റെ ഈ മൗലിക ഭാവങ്ങൾ, ദാർശനിക ഭാവങ്ങൾ ഇതര രചനകളിൽ നിന്ന് വിഭിന്നമായി ആളുകൾക്ക് അനുഭവഭേദ്യമാകും, സ്പർശിക്കാൻ കഴിയും. ഈ സ്പർശം എന്നുള്ളത് ബഷീറിൽ വരുന്ന ഒരു പ്രത്യേക പ്രമേയമാണ്. ഇതെല്ലാം കൂടി ഈ സമയത്ത് പറയാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഈ കേൾവി നമ്മളുടെ ചെവിയിലുള്ള ഈ ഇയർ ഡ്രമ്മിനെ സ്പർശിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ സ്പർശം, പല രീതിയിലുള്ള ശാരീരികമായ സ്പർശം എന്നുള്ളത് ബഷീർ ഇന്നത്തെ പുതിയ ഭാഷ ഉപയോഗിച്ചാൽ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. കാലത്തെ പ്രശ്നവൽക്കരിക്കുന്നത് പോലെ കാലം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു സംഭവത്തിൽ നിന്ന് മറ്റൊരു സംഭവത്തിലാണ്. ഇന്നലെ എന്തായിരുന്നു എന്ന് ആലോചിച്ചിട്ടാണ് ഇന്നലെ ബുധനാഴ്ചയായിരുന്നു, അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ സംഭവങ്ങളുടെ തുടർച്ചയിലാണ് നമ്മൾ സാധാരണ കാലത്തെ അടയാളപ്പെടുന്നത്. പക്ഷേ ബഷീർ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബഷീർ അവിടെ ഞാനും അനന്തതയും മാത്രം ഈ ചെറിയ സെല്ലിനകത്ത്, ഈ തടവറക്കകത്തുള്ള ചെറിയ ഇടുങ്ങിയ ഈ മുറിക്കകത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കാലത്തെ സംബന്ധിച്ച പരികൽപ്പന ബഷീർ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ പ്രശ്നവൽക്കരിക്കുകയാണ്. അങ്ങനെ മിക്കവാറും ദാർശനികമായ സമ്പ്രത്യങ്ങളൊക്കെ തന്നെ, സങ്കല്പനങ്ങളെല്ലാം തന്നെ ബഷീർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ പ്രശ്നവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ലിൻഡാ ഹഷ്യണൊക്കെ ബെർത്തോൾഡ് ബ്രെക്റ്റിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ ഈ ആധുനികതയ്ക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആധുനികതയുടെ കാലത്ത് തന്നെ ആധുനികോത്തരമായി ചിന്തിച്ചിട്ടുള്ള, പോസ്റ്റ് മോഡേണായി ചിന്തിച്ചിട്ടുള്ള, ആവിഷ്കരിച്ചിട്ടുള്ള എഴുത്തുകാർ എന്ന് ബഷീറിനെ ലിൻഡാ ഹഷ്യൺ അറിയാത്തതുകൊണ്ട് പിന്നെ ബഷീറിനെക്കുറിച്ച് യൂറോപ്പിൽ നിന്ന് ആൾ വന്ന് ആഷർ വന്ന് പഠിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും ലിൻഡാ ഹഷ്യൺ അവർക്ക് അറിയില്ല, ബഷീറിനെ അറിയില്ല എന്നുള്ളത് അവരുടെ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമാവും. അപ്പോൾ അതുകൊണ്ട് ഭക്തിനെക്കുറിച്ച് പറഞ്ഞ ആ സങ്കല്പം ബഷീറിന് വളരെ പ്രസക്തമാണ് എന്നുള്ളത് ബഷീറിന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഈ ആധുനികതയുടെ ഒരു കാലത്ത് തന്നെ ആധുനികതയിലൊതുങ്ങാത്ത, അതിനു മുമ്പുള്ള പ്രീ മോഡേൺ എന്ന് നമ്മൾ പറയുന്ന ആധുനിക പൂർവമായ ജീവിത വ്യവസ്ഥകളിൽ ഒതുങ്ങാത്ത, ഇതിനെയൊക്കെ ഉല്ലംഘിക്കുന്ന, ഇതിനെയൊക്കെ അതിവർത്തിക്കുന്ന എഴുത്തിൻ്റെ, അന്വേഷണത്തിൻ്റെ, ആവിഷ്കാരത്തിൻ്റെ ഒരു വലിയ മണ്ഡലം വാസ്തവത്തിൽ ബഷീറിൽ നമുക്ക്